സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ആ സർ കാണുന്നുണ്ട്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4 ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. മോഡ്യൂൾ 5 ന്യൂമറിക്കൽ മെത്തേഡ്സ് തന്നെയാണ്. ഓക്കെ, മോഡ്യൂൾ 4 ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. മോഡ്യൂൾ 5 ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. എന്തിനാണ് നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് പഠിക്കുന്നത്? ഓക്കെ, അത് ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിലബസിലേക്ക് ഇറക്കാം. മാത്തമാറ്റിക്സിൽ there are many type of equations. First, we have algebraic equations. Algebraic equations ഉണ്ട് നമുക്ക്. എന്താണ് algebraic equations എന്ന് പറയുമ്പോൾ സപ്പോസ് x² plus 2x plus 1 equal to 0. ഇതൊരു algebraic equation ആണ്. ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ x raised to 4 minus 2x plus 1 equal to 0, അല്ലെങ്കിൽ x into e raised to x plus 1 equal to 0, അതല്ലെങ്കിൽ cos x minus x equal to 0. These all known as algebraic equations. ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസുകളെയാണ് നമ്മൾ algebraic equations എന്ന് പറയും. What is the importance of algebraic or transcendental? ചില ഇക്വേഷൻസിന് ട്രാൻസെൻഡന്റൽ എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. There are some different kind of equations. These kind of equations നമുക്ക് എന്ത് പറയാം, either it is an algebraic equation or it is a transcendental equations. Okay, so ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് അവർ എയിം? നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബേസിക് എയിം. സോ മെയിൻ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവും. സോ ആ ഇക്വേഷൻസിൽ നിന്ന് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ധാരാളം ഫോർമുലാസ് അവൈലബിൾ ആണ്. ഇപ്പോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. x² plus 2x plus 1 equal to 0 ആണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം x equal to minus 3 plus 4. ക്വാഡ്രാറ്റിക് ഫോർമുല 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ക്വാഡ്രാറ്റിക് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. x equal to minus 3 അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അത് എങ്ങനെ, അത് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോ x raised to 4 ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ, നാലാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് അതിന് ഫോർമുലാസ് അറിയില്ല അല്ലേ? നമുക്ക് ഇത് ഈ ഇക്വേഷൻസ് ഒന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആണ്. ഓക്കെ, ഫോർമുല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വാല്യൂസ് ഇട്ട് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. 1 ഇട്ട് നോക്കുക ശരിയാകോ, 2 ഇട്ട് നോക്കുക ശരിയാകോ, അങ്ങനെ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് സൊല്യൂഷൻ മീൻസ് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് സം മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സം മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് സൊല്യൂഷൻ അല്ല കിട്ടുക, പക്ഷെ നമുക്ക് ആ സൊല്യൂഷനോട് അടുക്കുന്ന വാല്യൂസ് കിട്ടും. ഉദാഹരണത്തിന് സൊല്യൂഷൻ 1 ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് x equal to 0.999 എന്ന് കിട്ടാം, അല്ലെങ്കിൽ x is equal to 1.001 എന്ന് കിട്ടാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് algebraic ഇക്വേഷനോ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസോ തന്നു കഴിഞ്ഞാൽ, ഈ ഫോർമുല ഇക്വേഷൻസോ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. വൈ വി നീഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഒരു ഒബ്ജക്റ്റീവ് 1 എന്ന് പറയുന്നത് വി ക്യാൻ സോൾവ് algebraic or transcendental equations using various types of numerical methods. Different numerical methods യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് സൊല്യൂഷൻ, അതിന്റെ ഡിഫറെന്റ് ഇക്വേഷൻസുകളുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോഴും സൊല്യൂഷൻസ് വേരി ചെയ്യും. സൊല്യൂഷൻസ് വേരി ചെയ്യുമ്പോൾ ചില മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ 0.99 ആവും കിട്ടുക, ചില മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ 0.98 ആവും കിട്ടുക, ചില മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 0.956 ആയിരിക്കും കിട്ടുക. സോ ഇതെല്ലാം അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് ആണ്, നോട്ട് എക്സാക്ട് സൊല്യൂഷൻ. എക്സാക്ട് സൊല്യൂഷൻ 1 ആയിരിക്കും, പക്ഷെ 1നോട് അടുക്കുന്ന സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെത്തേഡ്സ് ഏതാണോ അതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ,
സോ ഇതാണ് ഒബ്ജക്റ്റീവ്. ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ഒബ്ജക്റ്റീവ്, ഒരു ഒബ്ജക്റ്റീവ് ആൽജിബ്രിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രാൻസെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആണ്? വൈ വി നീഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്? ഓക്കെ, ഗുഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ ചില ടേംസ് ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ആ ടേംസ് നിങ്ങൾക്ക് അറിയാത്ത ടേംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഓക്കെ സാർ എനിക്ക് ആ ടേം മനസ്സിലായിട്ടില്ല, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ഫൈൻ, ഐ വിൽ എക്സ്പ്ലെയിൻ. സോ പക്ഷെ ചോദിച്ചാൽ എനിക്ക് നിങ്ങളെ സാധാരണ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങളുടെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം ചില കുട്ടികൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലോ എന്നുള്ളത്. ഈ ഓൺലൈൻ ആണ് നമുക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. സോ നിങ്ങൾ വായ തുറന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലയോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റീവ്. വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എത്രത്തോളം എനിക്ക് അറിയില്ല. ഓക്കെ, സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചില്ലോ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണുന്നതൊക്കെ. ഓക്കെ, അതുപോലെ വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഫോറിയർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ മെത്തേഡ്സുകൾക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അത് ഒബ്ജക്റ്റീവ് 2 എന്ന് പറയുന്നത് സോൾവിങ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോൾവിങ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ordinary differential equations. Like ordinary equation y double dash plus y equal to e raised to x. ഇതൊരു ordinary differential equation ആണ്. സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to some f of x ആയിരിക്കും ഇതിന്റെ സൊല്യൂഷൻ വരിക. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ we need some methods. ഓക്കെ, സോ അത് അവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ന്യൂമറിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓരോ ന്യൂമറിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഇതുപോലെ പല മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സൊല്യൂഷൻസ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്റഗ്രൽ വാല്യൂസ് കാണാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്റഗ്രൽ 0 to 1 log x dx കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ട്രപ്പിസോയിഡൽ റൂൾ, സിംപ്സൺസ് റൂൾ എന്നൊക്കെ ഉണ്ട്. there are many numerical methods to find the value of an integral. ഓക്കെ, അപ്പോൾ ഇന്റഗ്രലിന്റെ വാല്യൂസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. സോ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്, ഇവിടെ പഠിക്കാൻ നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക ആൾജിബ്രിക് ഇക്വേഷൻസിന്റെയോ ട്രാൻസെൻഡൽ ഇക്വേഷൻസിന്റെയോ സൊല്യൂഷൻ കാണാനുള്ള കോമൺ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഇതിനെ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റീവ് to get the solutions of algebraic equations. ഓക്കെ, പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് റെഗുലർ ഫാൽസി മെത്തേഡ്. ഇതും ഇതിൽ തന്നെയാണ് യൂസ് ചെയ്യാം. റെഗുലർ ഫാൾസി മെത്തേഡ് ഇതും സെയിം ഒബ്ജക്റ്റീവ് തന്നെയാണ്. രണ്ട് മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ഉറപ്പായിട്ടും ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, അല്ലെങ്കിൽ റെഗുലർ ഫാൾസി ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ന്യൂട്ടൺ റാഫ്സൺ ആണ് വർഷങ്ങളായിട്ട് ചോദിക്കാറുള്ളത്. ഈ ഒരു ഇപ്പോൾ പുതിയ സിലബസ് ആയതുകൊണ്ട്, ഇപ്പോൾ പഴയ സിലബസിൽ ഈ മെത്തേഡ് ഉണ്ടായിരുന്നില്ല, ആകെ ന്യൂട്ടൺ റാഫ്സൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സിലബസിൽ ന്യൂട്ടൺ റാഫ്സണും ഉണ്ട്, റെഗുലർ ഫാൾസി. സോ ഏത് വേണമെങ്കിലും ചോദിക്കാം. But I am expecting a question from Newton Raphson method. So ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൾജിബ്രിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് all of you are happy with the class. Any trouble?
എല്ലാവരും ഹാപ്പിയാണോ? ഓക്കെ. So first, Newton-Raphson method. Newton-Raphson method. Okay. Objective. Newton-Raphson method. എല്ലാ methodsലും there should be some objective. Newton-Raphson method objective to determine a better and closer approximation. To determine better and closer approximation. Closer approximation to the root can be found. To the root can be found by using an iterative process. ഇതൊന്നും പരീക്ഷയ്ക്ക് ആവശ്യമില്ല, എന്നാലും ഒരു നോട്ട് കീപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Iterative process is called Newton-Raphson's method. Okay. Newton-Raphson method. That is finding a root of a good root, an approximate root of a algebraic equation, of an algebraic equation. Okay. So, ഒരു algebraic equation approximate root കണ്ടുപിടിക്കാനുള്ളതാണ് Newton-Raphson methodന്റെ objective. To determine better and closer approximation to the root can be found by using an iterative process. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു വാക്ക് എന്ന് പറയുന്നത് എന്താണ് iterative process എന്ന് വായിക്കും. ഓക്കെ, iterative process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു തുടക്കം നമുക്കൊരു എപ്പോഴും ഏത് iterative പ്രോസസ്സിനും ഒരു ഫസ്റ്റ് വാല്യൂ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോ എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും. എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ എന്നാണ് പറയാം. ഓക്കെ, അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ആ എക്സ് നോട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് നോട്ട് ഞാൻ കിട്ടിയത് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ എക്സ് നോട്ട് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? x1 കണ്ടുപിടിക്കാം. ഓക്കെ, അതിനെ നമ്മൾ ഫസ്റ്റ് ഐറ്ററേഷൻ എന്ന് പറയും. ഫസ്റ്റ് ഐറ്ററേഷൻ. ഓക്കെ, ഇതിനെ എന്താ പറയുക? ഫസ്റ്റ് ഐറ്ററേഷൻ. ഈ എക്സ് നോട്ട് യൂസ് ചെയ്തിട്ട് x1 കണ്ടുപിടിക്കുന്നതിനെയാണ് ഫസ്റ്റ് ഐറ്ററേഷൻ. ഇനി ഈ x1 യൂസ് ചെയ്തിട്ട് നമ്മൾ x2 കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ് ഐറ്ററേഷൻ. ഓക്കെ, ഈ x2 യൂസ് ചെയ്തുകൊണ്ട് x3 കണ്ടുപിടിക്കും, അത് ഈസ് തേർഡ് ഐറ്ററേഷൻ. അതങ്ങനെ പോകും. അങ്ങനെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഐറ്ററേറ്റ് കിട്ടുന്ന വാല്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ ചെയ്യാം ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ്? ആദ്യം നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പല മെത്തേഡ്സ്, എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ആ ഇനീഷ്യൽ വാല്യൂവിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് വാല്യൂ x1 കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഐറ്ററേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഐറ്ററേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഐറ്ററേഷൻ യൂസ് ചെയ്ത് നമ്മൾ x2 കണ്ടുപിടിക്കണം. അതിന് സെക്കൻഡ് ഐറ്ററേറ്റഡ് വാല്യൂ, സെക്കൻഡ് ഐറ്ററേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞ് ആ x2 യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ x3 കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് x4 കണ്ടുപിടിക്കും. അങ്ങനെ ഒരു സെർട്ടൻ സ്റ്റേജ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാല്യൂസ് എല്ലാം സെയിം വാല്യൂസ് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്താലും സെയിം വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ സെയിം വാല്യൂസ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐറ്ററേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്.
അതിനെയാണ് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ഐറ്ററേറ്റീവ് പ്രോസസ് എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്താണ് ഐറ്ററേറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് സം ഐറ്ററേഷൻസ് വി ആർ ഗെറ്റിംഗ് സം ന്യൂ വാല്യൂസ്. ഓക്കെ ഓക്കെ. സോ അടുത്തത് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ ഐറ്ററേറ്റീവ് ഫോർമുല ഉണ്ട്. എല്ലാ മെത്തേഡിലും ഒരു ഐറ്ററേറ്റീവ് ഫോർമുല ഉണ്ടാവും. എന്താണ് ഐറ്ററേറ്റീവ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പൊ x0 നിന്ന് x1 കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടാവും, x1 നിന്ന് x2 കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടാവും. ആ ഫോർമുലയാണ് നമ്മൾ എന്താ പറയാ, ഐറ്ററേറ്റീവ് ഫോർമുല. ഓക്കെ. അപ്പോൾ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിന്റെ ഐറ്ററേറ്റീവ് ഫോർമുല എന്ന് പറയുന്നത് xn+1 is equal to xn minus f of xn divided by f dash of xn. Okay. So this is called iterative formula for Newton-Raphson method. Newton-Raphson method iterative form. Here n is equal to 1 to okay, I am starting with 0. Okay, 0, 1, 2, 3, etc. n equal to 0, 1, 2, 3, etc. And f of x is the equation. അത് ഓക്കെ, അങ്ങനെ എനിക്കത് പറയാൻ പറ്റുള്ളൂ. സപ്പോസ് ഇക്വേഷൻ. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. യെസ്. സോ ഇതാണ് ഐറ്ററേറ്റീവ് ഫോർമുല. എല്ലാ മെത്തേഡിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഐറ്ററേറ്റീവ് ഫോർമുലയാണ്. ഐറ്ററേറ്റീവ് ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിന്റെ ഐറ്ററേറ്റീവ് ഫോർമുലയാണ് ഞാനിന്ന് ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അതെല്ലാവരും നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം. ഓക്കെ. xn+1 equal to xn minus f of xn divided by f dash of xn. ഇനി നമുക്ക് എങ്ങനെയാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാന്നുള്ളത് നമുക്ക് നോക്കാം. Question ഇതാണ്. Question. Find the positive root. Find the positive root of f of x is equal to 2x cubed minus 3x minus 6 equal to 0 by Newton-Raphson method. By Newton-Raphson method. By Newton-Raphson method, correct to 5 decimal places. Correct to 5 decimal places. One question. Okay. Find the positive root of f of x is equal to 2x cubed minus 3x minus 6 is equal to 0 by Newton-Raphson method. Correct to 4 decimal places. 5 decimal places. ഇവിടെ ഓൾറെഡി f of x തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി f of x തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് എഴുതാം. f of x is equal to 2x cubed minus 3x minus 6 equal to 0 വേണ്ട. ഈ ഇത്രയും പാർട്ടിനാണ് നമ്മൾ f of x എന്ന് പറയുന്നത്. 2x cubed minus 3x minus 6. ഇതിപ്പോ ഇക്വേഷൻ x raised to 4 minus 5x plus 1 equal to 0 ആണെങ്കിൽ ഇത്രയും പാർട്ടിനാണ് f of x ആയിട്ട് എടുക്കാം. equal to 0 എടുക്കരുത്. ഓക്കെ, ഇത്രയും പാർട്ടിനാണ് നമ്മൾ എന്തായിട്ട് എടുക്കാം, f of x എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ f dash of x കണ്ടുപിടിക്കണം. എന്തിനാണ് f dash of x കണ്ടുപിടിക്കുന്നത്? നമുക്ക് അറിയാം, നമ്മുടെ ഫോർമുലയിൽ നമുക്ക് ഡെറിവേറ്റീവ് ആവശ്യമാണ്. ഓക്കെ, ഐറ്ററേറ്റീവ് ഫോർമുല, ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡിന്റെ ഐറ്ററേറ്റീവ് ഫോർമുലയിൽ നമുക്ക് ഡെറിവേറ്റീവ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ f dash of x കണ്ടുപിടിക്കാൻ ഒരു മാർക്ക് കിട്ടും. So 2x cubed is equal to 2 into 3x square. So it is 6x square minus 3. 6x square minus 3. So that is f dash of x. ഇനി നമുക്ക് x0 കണ്ടുപിടിക്കണം. x0
എക്സ് നോട്ട്. സോ എക്സ് നോട്ട് എങ്ങനെ കണ്ടുപിടിക്കും? അത് ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് വേണം എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് എന്ന് ഞാൻ പറഞ്ഞാലും ഐ ഗിവ് യു ദി ടെക്നിക്. ഓക്കെ, നത്തിങ് ടു വറി. സോ എങ്ങനെ എക്സ് നോട്ട് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈൻഡ് എഫ് ഓഫ് 0. വാട്ട് ഈസ് എഫ് ഓഫ് 0? 2 into 0 cube minus 3 into 0 minus 6. That is minus 6. Which is less than 0. അടുത്തത് നമ്മൾ എഫ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 2 into, എന്തുകൊണ്ടാണ് ഞാൻ 1ലേക്ക് പോയത് എന്ന് വെച്ചാൽ പോസിറ്റീവ് റൂട്ടാണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 0യിൽ നിന്ന് തുടങ്ങിയാൽ മതി. 0, 1, 2, 3 അങ്ങനെ പോയാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ 0 നോക്കാം, -1 നോക്കാം, 1 നോക്കാം, ഇത് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, സോ നമ്മൾ പോസിറ്റീവ് റൂട്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 0 കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ 1ലേക്കാണ് പോകുന്നത്. സോ 2 into 1 cube minus 3 into 1 minus 6 is equal to 2 minus 3 minus 6. That is -1 minus 6 equal to -7. This is also less than 0. അതും നെഗറ്റീവ് ആണ്. സപ്പോസ് അത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എക്സ് നോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതും നെഗറ്റീവ് ആയതുകൊണ്ട് വി ആർ മൂവിംഗ് ടു നെക്സ്റ്റ് നമ്പർ, ദാറ്റ് ഇസ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 കണ്ടുപിടിക്കാം. ഓക്കെ, എഫ് ഓഫ് 2. എഫ് ഓഫ് 2 എങ്ങനെ കണ്ടുപിടിക്കും? 2 into 2 cube minus 3 into 2 minus 6. That is equal to 2 into 2 cube 16. 16 minus 6 is 16 minus 12. Okay, 16 minus 12 is 4, right? And 4 is positive. Yeah, good. 4 is positive. So നമുക്കൊരു നെഗറ്റീവ് നമ്പർ കിട്ടി, പോസിറ്റീവ് നമ്പർ കിട്ടി, ഓപ്പോസിറ്റ് സൈൻ ആണ്. So our assumption, our root lies between 1 and 2. 1 and 2. എന്താ ഇതിന്റെ അർത്ഥം? 1ൽ നമുക്ക് നെഗറ്റീവ് നമ്പറും 2ൽ നമുക്ക് പോസിറ്റീവ് നമ്പറും കിട്ടി. അപ്പോ ഈ 1നും 2നും ഇടയിൽ എവിടെയോ ഇതെന്താവുന്നുണ്ട്? 0 ആവുന്നു. ക്ലിയർ? ആർഗ്യുമെന്റ് ഇസ് ക്ലിയർ? 1ൽ എക്സിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആയി. നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് ആണ്. അതിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയാം. എഫ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയാം. സോ 1ൽ എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആവുന്നു, 2ൽ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 1നും 2നും ഇടയിൽ എവിടെയോ എഫ് ഓഫ് എക്സ് എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. സോ our root lies between 1 and 2. Is it clear? Is it clear? Argument is clear? അതായത് 1ൽ നമുക്ക് നെഗറ്റീവ് കിട്ടി, 2ൽ നമുക്ക് പോസിറ്റീവ് കിട്ടി. സോ 1നും 2നും കാരണം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ 0 തട്ടിട്ട് വേണം പോകാൻ. ഓക്കെ, 0 ടച്ച് ചെയ്യാതെ ഒരിക്കലും അതവിടെ എത്തില്ല, പോസിറ്റീവിലേക്ക് എത്തില്ല. ഓക്കെ, സോ എവിടെയോ ഇതൊരു പോയിന്റ് 1നും 2നും ഇടയിലുള്ള എവിടെയോ പോയിന്റിൽ അതെന്ത് സംഭവിക്കുന്നുണ്ട്? 0 ആവുന്നുണ്ട്. സോ ആ പോയിന്റ് ആണ് എന്ത്? നമ്മുടെ റൂട്ട്. ഇനി ആ റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ? ആ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ആദ്യം എക്സ് നോട്ട് വേണം. എന്ത് വേണം? എക്സ് നോട്ട് വേണം. എക്സ് നോട്ട് എങ്ങനെ കിട്ടും? എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു, ഇത് 0ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 4 ആണോ -7 ആണോ? Which one is closer to 0? 4 ആണ് അല്ലെ? 4 ആണ്. 4 കിട്ടിയത് എപ്പോഴാണ്? 2ലാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത് 2നോട് അടുത്താണ് നമ്മുടെ റൂട്ട് കിടക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? 1നും 2നും എവിടെയോ ഇത് 0 ആവുന്നുണ്ട്. ആൻഡ് 2ൽ 0ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ കിട്ടിയത് 2ലാണ്. കാരണം 4 ആണ് 2നോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ. സോ 2ലാണ് നമുക്ക് എന്ത് കിട്ടിയത്? 4 കിട്ടിയത്. സോ ഐ എം ചൂസിങ് എക്സ് നോട്ട് ഈക്വൽ ടു 2. ഇനിയിപ്പോ 1 എടുത്താലും കറക്റ്റ് ആൻസർ കിട്ടും, നോ ഇഷ്യൂ. 1 എടുത്താലും കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷെ നിങ്ങളുടെ ഐട്രേഷൻ ചിലപ്പോൾ 1-2 സ്റ്റെപ്പ് കൂടുതൽ ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഐട്രേഷൻ നമ്മൾ 1-2 സ്റ്റെപ്പ്
കൂടുതൽ ചെയ്യേണ്ടി വരും. പക്ഷെ 2 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത്. ഏറ്റവും അടുത്ത വാല്യൂ ഏതാണോ കിട്ടിയത് അത് ചൂസ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ആർഗ്യുമെന്റ് ഇസ് ക്ലിയർ? അതായത് 4ഉം -7ലും 8ഉം അടുത്ത് 0 നിൽക്കുന്നത് 4 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 2വിനോട് അടുത്തായിരിക്കും നമ്മുടെ റൂട്ട് ഉണ്ടാവുക. 2വിനോട് അടുത്തായിരിക്കും നമ്മുടെ റൂട്ട് ഉണ്ടാവുക. സോ ഐ ആം ടേക്കിംഗ് x naught is equal to 2. Is it clear? Musina C, are you here? Musina C ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. Okay, very good. Yeah. So x naught equal to 2. What about x1? x1 കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ xn is equal to xn plus 1 is equal to xn minus f of xn divided by f dash of xn. Okay, xn plus 1 is equal to xn minus f of xn by f dash of xn. So x1 equal to x1 എന്ന് പറയുമ്പോൾ ഇവിടെ n 0 ആണ് അല്ലേ, n 0 ആണ്. സോ x naught minus f of x naught divided by f dash of x naught. x naught നമ്മൾ 2 കിട്ടി. സോ 2 minus f of 2 divided by f dash of 2. ഓൾറെഡി എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x³ minus 3x minus 6 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 6x² minus 3. ഓക്കെ, അതിൽ എക്സിന് സ്ഥാനത്തോടെ 2 കൊടുക്കുക. സോ 2 minus 2 into 2³ minus 3 into 2 minus 6 divided by 6 into 2 square minus 3. 6 into 2 square minus 3. ഈ വാല്യൂ എല്ലാവരും കണ്ടുപിടിച്ച കാൽക്കുലേറ്ററിൽ എന്നിട്ട് കമന്റ് ചെയ്ത്. So x1 is equal to 2 minus minus 4 ആണ് അല്ലേ, 4 ആണ് നമുക്ക് കിട്ടിയില്ലേ. 2 minus 4 divided by 6 into 4 24 minus 3 21. 2 minus 4 by 21. 2 minus 4 by 21. So what is the value? Anybody got the answer? 1.809523. 1.809523. Okay. നമുക്ക് 5 decimal places പറഞ്ഞിട്ടുണ്ട് അല്ലേ? Okay. Yes. So 5 decimal places വരെ നമ്മൾ നോക്കിയാൽ മതി. എന്നാലും 6 എഴുതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് x1 കിട്ടി. ഇനി x1 യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x2 കണ്ടുപിടിക്കാം. ഇപ്പൊ ഈ x1 കിട്ടിയല്ലോ, ഇതാണ് ഫസ്റ്റ് ഐറ്ററേഷൻ. ഇനി ഫസ്റ്റ് ഐറ്ററേറ്റഡ് വാല്യൂ എന്ന് പറയും. ഫസ്റ്റ് ഐറ്ററേറ്റഡ് വാല്യൂ. ഇനി നമ്മൾ x2 കണ്ടുപിടിക്കാം. x2 എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ x0 യൂസ് ചെയ്യുന്ന പോലെ x1 യൂസ് ചെയ്യാം. സോ x1 minus f of x1 divided by f dash of x1. Okay. So that is x1 1.809523 minus f of 1.809523 divided by f dash of 1.809523. Okay. Sir,
പറഞ്ഞു 5 decimal place വരെ എടുത്താ പോരെ? മതി 5 ഡെസിമൽ പ്ലേസസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 5 ഡെസിമൽ പ്ലേസസ് എടുത്താണ്. ഇനി ഇവിടെ പ്രോസസ് ചെയ്യാം. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് 1.809523 കൊടുക്കുക. അപ്പൊ 2 into 1.809523 whole square minus 3 into 1.809523 minus 6 divided by 6 into 1.809523 whole square minus 3. ചില ആൾക്കാർ എന്ത് ചെയ്ത് വെച്ചാലേ, ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഞാനപ്പോ ആ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഓക്കെ, ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലയിൽ വരും. നമ്മുടെ ഫോർമുല ഏതാ? നമ്മുടെ ഫോർമുല xn plus 1 is equal to xn minus f of xn divided by f dash of xn. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ? സോ ഇവിടെ നമ്മൾ xn ആയിട്ട് തന്നെ കൊടുക്കുക. f of xn സ്ഥാനത്ത് നമ്മൾ കൊടുത്തു വെച്ചാൽ 2 into xn cube minus 3 into xn minus 6 divided by 6 into xn square minus 3. ഇനി നമ്മൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xn plus 1 is equal to the cross multiply of 6xn cube വരും. 6xn cube minus 3xn അല്ലേ? ഈ 6xn square xn ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6xn cube വരും minus 3xn minus 2xn cube plus 3xn plus 6 divided by 6xn square minus 3. So ഇവിടെ 6xn cube minus 2xn cube to 4xn cube നേടാം. minus 3xn plus 3xn cancel ആവും. So 4xn cube plus 6 divided by 6xn square minus 3. ഇങ്ങനെ എഴുതി വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഐട്രേഷൻ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. കാരണം എന്താ, x2 ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, x2 ആണ് x1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ. xn സ്ഥാനത്ത് 1.809523 കൊടുത്താൽ മതി. സോ 4 into 1.809523 cube plus 6 divided by 6 into 1.809523 whole square minus 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാൻ പറ്റും ഐട്രേഷൻ വാല്യൂസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ചില ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് ആൻസർ തെറ്റായിട്ടൊന്നും കിട്ടുന്നില്ല, കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് x2? 1.78419. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ആൻസർ? ജസ്റ്റ് ഫൗസിയ മാത്രമേ പറയുന്നുള്ളൂ. വാട്ട് അബൌട്ട് അതേഴ്സ്? സഫീല, സനു, മുസീന, ശ്രീജിഷ്, അർച്ചന, എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന പ്രോബ്ലം? അർച്ചന, ആർ യു ഹിയർ? ഓക്കെ, സനു ഇവിടെ ഉണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ശ്രീജിഷ്, ശ്രീജിഷ് കേക്കുണ്ട് സാർ. ഓക്കെ, ക്ലിയർ അല്ലേ? ആ x1 കിട്ടിയത് എനിക്കിപ്പോഴും വാല്യൂ കറക്റ്റ് ആവണില്ല, അതിൽ സ്റ്റക്കാ ഞാൻ. ഓ ഫൈൻ, അങ്ങനെ പറഞ്ഞാലേ അറിയൂ. ഇത് എളുപ്പമല്ലേ? 2 - 4/20. ഈ കാര്യം 4/20 ആണ് അധികം വിളിച്ചത്. എന്താ 4/21 കിട്ടിയേ? 4/20 വാല്യൂ പറഞ്ഞു. 0.190. 0.190. ഓക്കെ, എന്നിട്ട് 2 നിന്നാണ് മൈനസ് ചെയ്തേ.
2 ൽ നിന്ന് മൈനസ് ഇട്. ഹലോ ഓക്കെ റെഡിയാണ്. അത്രേ സിമ്പിൾ അല്ലേ. 1.809523 കിട്ടിയില്ലേ. സോ ദാറ്റ് ഈസ് x1. ഇനി x2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x2 കിട്ടണമെങ്കിൽ ഈ സാധനത്തിനെ ക്യൂബ് ചെയ്യുക, ഇൻറ്റു 4 ചെയ്യുക, പ്ലസ് 6 ചെയ്യുക. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും. അതേപോലെ ഇതിനെ സ്ക്വയർ ചെയ്യുക, ഇൻറ്റു 6 മൈനസ് 3. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ കിട്ടും. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഫസ്റ്റ് ഒന്ന് വായിച്ചേ. 1.78419. 419 അല്ലേ? ഓക്കെ 419 വേണമെങ്കിൽ നമുക്ക് 420 എന്നൊക്കെ എഴുതാം. ഓക്കെ ഫൈൻ, ഇത് മതി. ഫൈൻ 1.78419. ഇനി അടുത്ത് ഇത് സെക്കൻഡ് ഐട്രേറ്റഡ് വാല്യൂ ആണ്. ഇത് സെക്കൻഡ് ഐട്രേറ്റഡ് വാല്യൂ ആണ്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. സെക്കൻഡ് ഐട്രേറ്റഡ് വാല്യൂ ആണ്. അടുത്ത x3 കണ്ടുപിടിക്കാം. x3 കണ്ടുപിടിക്കാം. പക്ഷെ x3 കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ഈ വാല്യൂ ഇവിടെ കൊടുക്കുക. ഒരു സെക്കൻഡ് ഞാനിപ്പോ വരാം. നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കും. ഞാനിപ്പോ വരാം. ഹലോ ഓക്കെ ഹലോ സോറി, അത് നേരത്തെ പ്രിൻസിപ്പളൊന്ന് വിളിച്ചു, അതുകൊണ്ടാണ്. ഓക്കെ ഫൈൻ. നമുക്ക് അവിടെ കിട്ടി x2 കിട്ടി അല്ലേ? എല്ലാവർക്കും x2 കിട്ടിയോ? x2 എല്ലാവർക്കും കിട്ടിയോ? മൂസിനെ കിട്ടിയോ? ഹലോ x2 കിട്ടിയോ? ഹലോ സോ x2 1.78419 കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4 into 1.78419 whole cube plus 6 divided by 6 into 1.78419 whole square minus 3. So what is the value? Sir, ഏകദേശം 1.7837. Okay, 1.78 376. 69 വരും. ഓക്കെ 3769. ഒന്നുകൂടെ കണ്ടുപിടിക്കാം. x4 കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ x4 കണ്ടുപിടിക്കാൻ ഈ വാല്യൂ കൂടെ കൊടുക്കാം. So 4 into 1.783769 whole cube plus 6 divided by 6 into 1.783
3769 whole square minus 3. That's right. How's it you? Yeah, Safira video, Safira. Hello? കിട്ടിയോ? സാർ ഇക്വേഷൻ ഒന്ന് കാണിച്ചു തരുമോ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് xn plus 1 is equal to xn minus f of xn by f dash of x. അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 4 into xn square plus 6 divided by 6 into x 4 into xn cube. Okay, 4 into xn cube plus 6 divided by 6 into xn square minus 3. ഇവിടെ xn സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ഈ വാല്യൂ കൊടുക്കുക. അങ്ങനെ തൊട്ട് മുന്നത്തെ വാല്യൂ കൊടുത്തുകൊണ്ട് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്ററേഷൻ, സെക്കൻഡ് ഐറ്ററേഷൻ, തേർഡ് ഐറ്ററേഷൻ, ഫോർത്ത് ഐറ്ററേഷൻ ആണ് ഞാനിപ്പോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 5 ഡിജിറ്റ്സ് വരെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 5 ഡിജിറ്റ്സ് വരെ സെയിം ആണെന്ന് നോക്കുക. 5 ഡിജിറ്റ്സ് വരെ സെയിം ആണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഐറ്ററേഷൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ 5 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഡിജിറ്റ്സ് വരെ നമുക്ക് സെയിം വാല്യൂസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഐറ്ററേഷൻ അവിടെ നിർത്താം. അവർ റൂട്ട് ഇസ് ഈക്വൽ ടു അവർ അപ്രോക്സിമേറ്റ് റൂട്ട് ഇസ് ഈക്വൽ ടു 1.78369. Our approximate root is equal to 1.783769. So 5 decimal place 69 ആണെങ്കിൽ നമുക്ക് approximate ചെയ്ത് 77 ആക്കാം. Okay, so 5 decimal places normally 69 നമുക്ക് 7 ലേക്ക് approximate ചെയ്യാം. So 1.78377. So that is our approximate root. Clear ആണ് മെത്തേഡ്? ഇത് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫുൾ ന്യൂട്ടൺ ക്ലാസ് മെത്തേഡിനെ കുറിച്ച് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മെത്തേഡ് ഒന്നുകൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഈ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ. ഓക്കെ, അതായത് ഞാൻ സ്പെഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യുന്നതല്ല, ഈ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? സോ സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ എക്സ് നോട്ട് 1 എടുത്തത്, എക്സ് നോട്ട് ഞാൻ 2 എടുത്തിട്ടാണ് ചെയ്തത്. എക്സ് നോട്ട് ഞാൻ 1 എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ നമുക്ക് ഫിഫ്ത് ഐറ്ററേഷൻ ആണ് 4ഉം 5ഉം ആണ് സെയിം ആയിട്ട് വന്നത്. ചിലപ്പോൾ അത് പോയിട്ട് ചിലപ്പോൾ 6ഉം 7ഉം ആയിട്ട് വരിക, 7ഉം 8ഉം സെയിം ആയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ ഐറ്ററേഷൻസ് കൂടുതൽ വരേണ്ടി വരും നമ്മൾ വാല്യൂ മാറുന്നതിനനുസരിച്ച്. അപ്പൊ ഇനീഷ്യൽ വാല്യൂ ഏറ്റവും അടുത്ത് നിൽക്കാൻ 2 ചൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കിട്ടിയത്. ഇനിയിപ്പോ നമ്മൾ 1 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്റ്റെപ്സ് പോകേണ്ടി വരും. ചിലപ്പോൾ 5ാമത്തെയോ 6ാമത്തെയോ ഐറ്ററേഷനിലായിരിക്കും നമുക്ക് സെയിം വാല്യൂ കിട്ടുക. മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത്? സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് ടുഡേ ഹിയർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പ് മുഖാന്തരമൊക്കെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. സോ all of you stay healthy. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശാരീരികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക. ഓക്കെ, സോ അറ്റൻഡൻസ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും എനിക്കറിയാം ആരൊക്കെയാണ് റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ മനസ്സിലായല്ലോ, ഫൗസി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, സനു ഉണ്ടാവും, ശ്രീജിഷ് ഉണ്ടാവും, സഫീൽ ഉണ്ടാവും, അർച്ചന ഉണ്ടാവും, ഇടയ്ക്ക് നിഹാസിനെ കണ്ടിരുന്നു. ഇതിപ്പോ ഒരു ലാസ്റ്റ് ഒരു പയ്യൻ കണ്ടിരുന്നത് ഗോകുൽദാസോ. ഓക്കെ, ഫൈൻ. സോ മാക്സിമം ക്ലാസ് മിസ്സാക്കാതിരിക്കുക. ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ക്ലാസ് എടുത്തുള്ളൂ. ഓക്കെ, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഓൺലൈൻ മോഡ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. സോ വേറെ ഇനിയിപ്പോൾ മിസ്സായവർക്ക് വേണ്ടി റെക്കോർഡ് വീഡിയോ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ, അത് പൂർണ്ണമാകും. ഓക്കെ, സോ ഓക്കെ, ബൈ, ടാറ്റ.